കഴിഞ്ഞ ആഴ്ച ഞാൻ ഖത്തറിലായിരുന്നു. എന്ന് മാത്രമല്ല, ഇപ്പോൾ സൗദി, UAE തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ ഞാനും ബാസിൽ സാറൊക്കെ സഞ്ചരിച്ചു. നമ്മുടെ XNYയുടെ സ്റ്റുഡൻസിനെ കണ്ടു, അല്ലാതെയും ഒരുപാട് സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ചില ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യുക, ഒരു ഡിസ്കഷൻ തുടങ്ങി വെക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്നുള്ളത്. അതായത് വിദേശത്തെ പാരൻസ് ആണ് ഒരു പക്ഷേ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് അവിടെ പോയപ്പോൾ ഉണ്ടായത്. കാരണം ഒരുപാട് എക്സ്പോസും അങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേയിങ് കപ്പാസിറ്റി കുറച്ച് കൂടുതലാണെന്നുള്ള നിലക്ക് സാമ്പത്തികമായിട്ട് അടക്കം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പല രൂപത്തിൽ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു എഡ്യൂക്കേഷനും തുടർ പഠനവും അവർക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോഴും പാരന്റ്സിനോട് സംസാരിക്കുമ്പോഴും വലിയൊരു കൺസേൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും പാരന്റ്സിന് പിന്നെ ചില ലക്ഷ്യങ്ങളുണ്ട്, സ്റ്റുഡൻസ് ചിലപ്പോൾ അതിന്റെ നേരെ വിപരീതമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. GCCന്റെ കാര്യത്തിൽ കുറച്ചുകൂടി അത് എവിഡന്റ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, പലപ്പോഴും പാരന്റ്സിന് ഉള്ള ഒരു കാര്യമാണ് ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് നാട്ടിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കണം, എന്നിട്ട് അവിടെ നാടുമായിട്ടൊക്കെ ഒന്ന് ബന്ധം ഉണ്ടാക്കണം, അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ട്. എന്നാൽ പലപ്പോഴും പല സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ചപ്പോൾ UAE നമ്മൾ പോയി, സൗദിയിൽ പോയിരുന്നു, അതേപോലെ തന്നെ നാട്ടിലും പലപ്പോഴും ഓൺലൈനായിട്ട് അടക്കം പല സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുട്ടികൾക്ക് അതിൽ താല്പര്യം ഇല്ല എന്നുള്ളതാണ്. കുറെ കുട്ടികൾക്ക് താല്പര്യമില്ല. ഭൂരിഭാഗം കുട്ടികൾക്കും വിദേശത്ത് പോയി പഠിക്കാനാണ് പൊതുവെയുള്ള താല്പര്യം അവിടുന്ന്. ഞാൻ ഇത്തവണ വളരെ രസകരമായിട്ടൊരു ഇൻസിഡന്റ് ഞാൻ കുട്ടിയോട് ചോദിച്ചു, വിദേശത്ത് പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അതെന്താ? അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇന്ത്യയിൽ വന്നാൽ, ഇന്ത്യ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഹാസിൽ ഫ്രീ അല്ല. അതായത് കുറെ ഇപ്പൊ എവിടേക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ബസ്സിൽ പോകണം, ലൈക്ക് അതൊക്കെ ആക്ച്വലി ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പിന്നെ ഇവിടെ ആർക്കും അവർക്ക് അത്രത്തോളം ഒരു പരിചയമില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള രാജ്യമാണ്, നല്ല പ്രയാസപ്പെടേണ്ടി വരും. ഈവൻ അഡ്മിഷൻസിനാണെങ്കിലും പ്രയാസപ്പെടേണ്ടി വരും എന്നുള്ള കുറച്ചും കൂടി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നീ വിദേശത്ത് നിന്ന് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? വിദേശം ഇത്ര എളുപ്പമാണ് എന്ന്. അപ്പൊ ആ കുട്ടി എവിടെയും പോയിട്ടില്ല. അപ്പൊ കുറെയൊക്കെ ഒരു ഫാൾസ് നോഷനിലാണ് അവരൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത്, അവരെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി എന്തുകൊണ്ട് ഇപ്പോൾ പാരന്റ്സിന് ഇന്ത്യയിലോട്ട് വരണം എന്നുള്ളതാണ്. പാരന്റ്സിന് ഇന്ത്യയിലോട്ട് വരാനുള്ള ഒരു മെയിൻ റീസൺ എന്നുള്ളത് നാടുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവുക എന്നുള്ളതും, രണ്ടാമത്തത് ആ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ചുകൂടി ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശത്ത് പോകാനുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ SAT പോലത്തെ എക്സാംസ് എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവരൊരു 2nd ടയർ 3rd ടയർ യൂണിവേഴ്സിറ്റിയിലാണ് പോകാൻ വേണ്ടി അവിടെ കാശ് കളയുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി എന്താണ്, പ്രോബ്ലമാണ്. അവർക്ക് അതിനേക്കാളും എസ്പെഷ്യലി നല്ലത് എന്താണ്, ഇന്ത്യയെ പോലത്തെ ഒരു സ്ഥലത്തോട്ട് വരുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഏതൊക്കെ സ്ഥലത്ത് പോകണം എന്നുള്ളതിനെ കുറിച്ച് രക്ഷിതാക്കൾക്ക് വളരെ അവയർനെസ് കുറവാണ്. ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, അവിടുത്തെ സ്കൂൾസ് ഒക്കെ ഹൈ ക്വാളിറ്റി സ്കൂൾസ് ആണ്. പൊതുവെ നമ്മുടെ നാട്ടിലെ കുട്ടികളെക്കാളും നല്ല സ്കൂളിങ് വിദേശത്തുള്ള GCCയിലുള്ള സ്റ്റുഡൻസിന്, UAEയിലും സൗദിയിലും ഖത്തറിലൊക്കെ ഉള്ള സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. പക്ഷേ നെക്സ്റ്റ് ലെവൽ എഡ്യൂക്കേഷൻ വരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പോസും കരിയർ ഈവൻസ് ഒക്കെ സംഘടിപ്പിക്കുന്നു. അവിടെയൊക്കെ വരുന്നത് ആരാ? അവിടെയൊക്കെ ഒന്നെങ്കിൽ വിദേശത്ത് ഒരു 2nd ടയർ 3rd ടയർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് ഏജൻസാണ് വരുന്നത്. രണ്ടാമത് വരുന്നത് ഇന്ത്യയിലെ ഒരു 2nd ഗ്രേഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. അതായത് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആരെങ്കിലും അതിൽ വരുമോ? ഈവൻ പ്രൈവറ്റിൽ പോലുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആരും അത്ര ഈവൻസിലൊന്നും വരുന്നില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ വരുന്ന ഒരു 2nd ഗ്രേഡ് 3rd ഗ്രേഡ് യൂണിവേഴ്സിറ്റീസാണ്. അപ്പോൾ അല്ലെങ്കിൽ അത്തരം കോളേജസ് ആണ്. എന്നിട്ട് അപ്പോൾ അവിടെ നല്ല എഡ്യൂക്കേഷൻ കിട്ടി വന്ന ആൾക്കാർ ഇത്തരം കോളേജുകളിൽ പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ആളുകൾ പറയുന്ന കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഇവരുടെ തലയിൽ ഉള്ളത് എന്നുള്ളത്. പലപ്പോഴും ഈ എക്സ്പോസിലും ടോക്സിലൊക്കെ നിരന്തരമായി ഫോറിൻ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഇവർ കേൾക്കുന്നത്. അവർ മുന്നോട്ട് വെക്കുന്ന പോയിന്റുകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള ഇന്ത്യയിൽ തന്നെയുള്ള ഒരു അവസരങ്ങളെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ തീരെ അവെയർ അല്ല എന്നുള്ളതാണ്. ആക്ച്വലി ഇന്ത്യയിലോട്ട് വരുമ്പോൾ അവർക്ക് നല്ല കോളേജസ് ഉണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ IITസോ NITസോ IIITസോ ഒക്കെ പോലത്തെ കോളേജസ് ഉണ്ട്. കേരളത്തിലാണെങ്കിൽ കീം എഴുതിയിട്ട് CET അല്ലെങ്കിൽ TKM ഇത്തരം കോളേജസിലോട്ട് പോവാം. ഇനി മറ്റ് ഇപ്പൊ സയൻസ് പ്യുവർ റിസർച്ചിലോട്ടൊക്കെ മറ്റേ പോകണമെങ്കിൽ ഐസറുകളും IISc പോലത്തെ കോളേജസ് ഉണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നതാണ്. മെഡിസിന് പോകുകയാണെന്നുണ്ടെങ്കിൽ എയിംസ്, ജിപ്മർ, ഈവൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജൊക്കെ, ഇത്തരത്തിലുള്ള ഒരുപാട് കോളേജസ് ഉണ്ട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതണം. ആ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ അത്രത്തോളം കോമ്പറ്റേറ്റീവ് അല്ല. കാരണം അവരുടെ ഒരു എൻവയോൺമെന്റ് അതിനെ ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയെ പോലത്തെ അത്തരത്തിലുള്ള ഒരുപാട് സ്കോളർഷിപ്പ് എക്സാംസോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും ഇപ്പോൾ GCC കൺട്രീസിൽ ആക്ച്വലി കുറവാണ്. അപ്പം അതിൻ്റെ ഒരു അഭാവമാണ്
കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ളതെന്നാണ് എനിക്ക് അവരുടെ ഒരു മത്സര ലോകം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ചെറിയൊരു സ്കൂളും ആ ഒരു ക്ലാസ്സിലും ഒതുങ്ങുകയാണ്. അപ്പൊ അതിനപ്പുറത്തേക്കുള്ള ഒരു മത്സരത്തിന്റെ ഒരു ലോകം അവർ കാണുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല. മാത്രമല്ല അതിനെക്കുറിച്ച് അവർ തീരെ അവെയർ അല്ല. കാരണം ഈ കോളേജസ് ഒന്നും അവിടെ ഉള്ളതല്ലല്ലോ, അതൊക്കെ ഇന്ത്യയിലുള്ള കോളേജസ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ എഡ്യൂക്കേഷനെ കുറിച്ച് അവർ അത്രത്തോളം ആലോചിച്ച് തുടങ്ങിയ ഒരു സാഹചര്യം. മാത്രമല്ല ഇപ്പൊ ഒരു നാട്ടിലൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന് ഒരുപാട് സ്കോളർഷിപ്പ് എക്സാംസ് ഇപ്പൊ പൊതുവെ നമ്മൾ അറിയുന്നതും അറിയാത്തതും ആയിട്ടില്ല. അപ്പൊ ഇവൻ പോലും നമുക്കറിയാം പല ക്യൂസുകൾ അങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് നിരന്തരമായിട്ടുണ്ടാവും. ഇപ്പൊ സ്കൂളുകൾ വഴി തന്നെ അത് പലപ്പോഴും പ്രൊമോട്ട് ചെയ്യും. അങ്ങനെയുള്ളൊരു അവസ്ഥ ഇന്ത്യയിലുണ്ട്, അല്ലെങ്കിൽ നാട്ടിലുണ്ട്. പക്ഷെ അത് കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് GCCയിലെ. കാരണം പലപ്പോഴും ചെറിയ രാജ്യങ്ങൾ, ഇപ്പൊ ഖത്തറും ചെറിയ ചെറിയ സ്ഥലങ്ങളായിരിക്കും. അവിടെ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷന് മാത്രമുള്ള ആളുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പൊ നമ്മളെ പാരന്റ്സിനൊക്കെ, ഇപ്പൊ XNYയിലെ പാരന്റ്സിനൊക്കെ മീറ്റ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവര് ഇപ്പോഴാണ് ഇതിനെ കുറിച്ച് അറിയുന്നത്. XNYയിൽ ചേരുന്നപ്പോഴാണ് അവർ അറിയുന്നത് ഇത്തരത്തിലുള്ള വലിയ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നമ്മളെ കുട്ടികളെ വിടുന്നതിന് പകരം നല്ല സ്ഥലങ്ങളിൽ വിടാനുള്ള സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പൊ എനിക്ക് ഇതിന്റെ കൂടെ എനിക്ക് ജസ്റ്റ് സൂചിപ്പിക്കാനുള്ളത്, XNYയിലോട്ടുള്ള GCCക്ക് വേണ്ടി മാത്രമുള്ള ഒരു XCT XNY എൻട്രൻസ് കം സ്ക്രീനിങ് ടെസ്റ്റ് അടുത്ത വർഷത്തേക്കുള്ളത് November 30 നടക്കുകയാണ്. അപ്പൊ അതിനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് താഴെ ഇടുന്നുണ്ട്. ക്ലാസ് 5 മുതൽ 9 വരെയുള്ള ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മതി, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ. അതിലൂടെ ശരിക്കും നമ്മൾ ഈ XNYയിലെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കുട്ടികൾ വരുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷനുള്ള ഒരു എൻവയോൺമെന്റിലേക്ക്, കോമ്പറ്റീഷൻ എൻവയോൺമെന്റ് ഇന്ത്യയിലും മുഴുവൻ അല്ലെങ്കിൽ കേരളത്തിലും GCCയിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസിന്റെ ഒരു കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റിലോട്ട് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത് കൂടി അവിടെ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് അവർ നിരന്തരമായ എക്സാമുകൾ എഴുതുന്നു. ഒരു ആവറേജ് അല്ലെങ്കിൽ അബോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോട് മത്സരിക്കുന്നു, അങ്ങനെയുള്ള എക്സാംസ് എഴുതുന്നു, ലീഡർ ബോർഡുകൾ. ആ രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനുള്ള ഒരു അവസ്ഥയിലേക്ക് കുട്ടികളെ എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കറക്റ്റ്. കമ്മിങ് ബാക്ക് അഗെയിൻ, ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ അവെയർ അല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി ദാസ സ്കീം. ഇപ്പോൾ എഞ്ചിനീയറിംഗിന് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും വളരെ ലേറ്റ് ആയിട്ട് ആൾക്കാർ ആലോചിച്ച് തുടങ്ങും. എന്നിട്ട് അവസാനം ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. എന്നിട്ട് അവർ ഭീകരമായിട്ടുള്ള 40-50 ലക്ഷം രൂപയൊക്കെ ഫീസ് കൊടുത്തിട്ട് ഇപ്പോൾ VITയോ അല്ലെങ്കിൽ ഈവൻ അതിൽ താഴെയുള്ള ഗവൺമെന്റ് പ്രൈവറ്റ് കോളേജിലൊക്കെ പോയി ചേരും. ആക്ച്വലി അവിടെ NITകളിൽ JEE എഴുതിയാൽ ദാസ എന്ന് പറഞ്ഞ സ്കീമുണ്ട്. ദാസ എന്ന് പറഞ്ഞ സ്കീം NRIസിന് വേണ്ടി, അവിടെ 2 വർഷം പഠിച്ച 11th 12th പഠിച്ച സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അവർക്ക് എന്ത് ചെയ്യാം, NIT കാലിക്കറ്റിലൊക്കെ ഈസിലി അഡ്മിഷൻ നേടാൻ പറ്റും. ഫീസ് കുറച്ച് ഹയർ സൈഡിലാണ്, പക്ഷെ നിങ്ങൾ ഒരു പ്രൈവറ്റിൽ കൊടുക്കേണ്ട ഫീസ് കൊടുക്കേണ്ടില്ല. ഓഫ് കോഴ്സ് NITയുടെ ലക്ഷ്യം കുറച്ച് ഫീസ് വാങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നു. പിന്നെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തീരെ ഇത്തരം രംഗങ്ങളിലെ ചതിക്കുഴികളെ കുറിച്ച് പാരന്റ്സ് അവെയർ അല്ലാതാണ്. അപ്പോൾ വിദേശത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്, ഒരുപാട് സ്റ്റുഡൻസ് വിദേശ യൂണിവേഴ്സിറ്റികളിൽ MBBSന് പോകുന്നു. MBBSന് പോകുമ്പോൾ അവരുടെ ലക്ഷ്യം എന്നുള്ളത്, അപ്പോൾ പല രാജ്യങ്ങളും പോകുന്ന ഏറ്റവും ഹൈ ക്വാളിറ്റി മെഡിക്കൽ എഡ്യൂക്കേഷൻ കിട്ടുന്ന രാജ്യമുണ്ട്. ഇപ്പോൾ US അല്ലെങ്കിൽ UK അല്ലെങ്കിൽ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. ഇവിടേക്കല്ല വരുന്നത്, നേരെ മറിച്ച് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രാജ്യങ്ങളിലോട്ടാണ് പോകുന്നത്. ഈ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ താഴെ അല്ലെങ്കിൽ മേലെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് സംസാരിച്ചാണ്, അവിടെ രജിസ്ട്രേഷൻ വേണം, ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് എന്തല്ല, ആളുകൾ തീരെ അവെയർ അല്ല. അപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പല രാജ്യങ്ങളിൽ പോയാൽ എന്തില്ല, പറ്റില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇത് അറിയാതെയാണ് പോകുന്നത്. പല ആൾക്കാർ നീറ്റ് പോലും എഴുതാതെയാണ് പോകുന്നത്. പല എന്നോട് അവിടുത്തെ ഉള്ള ചില ഏജൻസി വരെ പറഞ്ഞിട്ട്, പല ഏജൻസികളും ആളുകളെ കബളിപ്പിച്ചു കൊണ്ടുവന്ന നീറ്റ് എഴുതണ്ട, നീറ്റ് പിന്നെ എഴുതിയിരുത്താൽ മതി എന്നുള്ള രീതിയിലുള്ള തോട്ട് പ്രോസസ്സാണ് ആളുകൾ കൊടുക്കുന്നത്. ഈ രീതിയിൽ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നടക്കുന്നു. ഇന്ന് വിദേശത്ത് പോയിട്ട് അവർ പറയും, ഞങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ വരണ്ട, ഞങ്ങൾക്ക് US. പക്ഷേ US പോകാന്നുള്ളതൊക്കെ ഒരു ലോ ഇൻകം കൺട്രിയിൽ പഠിച്ചിട്ട് US പോലത്തെ ഒരു സ്ഥലത്ത് പോകാന്നുള്ളതൊക്കെ ഓൾമോസ്റ്റ് ഇംപ്രാക്ടിക്കലാണ്. അതിനുള്ള പോസിബിലിറ്റീസ് എന്താണ്, ആക്ച്വലി കുറവാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇത്തരത്തിൽ ഒരുപാട് ചതിക്കുഴികൾ തിരിച്ചറിയാതെയാണ് ആളുകൾ കുട്ടികൾ ഇത്തരം സ്ഥലങ്ങളോട്. ഇപ്പോൾ ഈ എക്സ്പോസിലൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അഡ്മിഷൻസ് കിട്ടാൻ വേണ്ടി അവർ പറയുന്ന കുറച്ച് പോയിന്റ്സിൽ മാത്രം ഒതുങ്ങുന്ന പുറത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പാരൻസിനോട് ആസ് പാരൻസ് നമ്മൾ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടത്. എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം, നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങണം. നമ്മളിപ്പോൾ വിദേശത്ത് പോയത് എന്തിനാ? പണ്ടൊക്കെ ഈ മക്കളെ കെട്ടിക്കാൻ അല്ലെങ്കിൽ പെങ്ങന്മാരെ കെട്ടിക്കാനൊക്കെയാണ് വിദേശത്ത് പോയിരുന്നത്. ഇപ്പോൾ മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ പറയാറുണ്ട്, റൈറ്റ്? പക്ഷെ ആ മക്കളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് എന്നിട്ട് അവസാനം നമ്മൾ 40-50 ലക്ഷം രൂപ ഭീമമായ ഫീസ് കൊടുത്തിട്ട് സ്പെൻഡ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, അത്
കൃത്യം റൈറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ റൈറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് നേരത്തെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പെൻഡും കുറക്കാൻ പറ്റും, ക്വാളിറ്റി എഡ്യൂക്കേഷനിലേക്ക് എത്താനും പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും സംഭവിക്കുന്നത് നന്നായി സ്പെൻഡ് ചെയ്യും, പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള ഒരുപാട് ചതുക്കുഴികളിൽ പെട്ട് ഈവൻ MBBS കിട്ടിയിട്ട് പോലും വർഷങ്ങളോളം അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ പോലും നമ്മൾ നേരിട്ട് കാണുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് നേരിട്ട് സംസാരിച്ച അത്തരത്തിലുള്ള ഒരാളോട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ആ ചതിക്കുഴികൾ അതിൽ പെട്ടുപോകുന്നതിന് പകരം നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായി അവെയർ ആവുക. അതേപോലെ തന്നെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ ഇന്ത്യക്കാരാണ്, ആ ഇന്ത്യയിൽ നമുക്ക് വേണ്ടിയുള്ള നമ്മുടെ ടാക്സ് മണി ഉപയോഗിച്ചുകൊണ്ടുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അറിയുക. ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SAT മറ്റൊക്കെ എഴുതിയിട്ട് നല്ല യൂണിവേഴ്സിറ്റീസ് പോകാം, ഓഫ് കോഴ്സ്. പക്ഷേ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, ബട്ട് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. പക്ഷേ അത്രയും കോസ്റ്റ് ബിയർ ചെയ്യാൻ ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഇന്ത്യക്കാർക്കും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് മേലുള്ള ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കേ സാധിക്കുള്ളൂ. ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴുള്ള ഓപ്ഷൻ ഇന്ത്യയിലോട്ട് വരിക, പക്ഷെ ഇന്ത്യയിലെ നല്ല സ്ഥാപനങ്ങൾ പഠിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി, നിങ്ങളുടെ സമയവും വെറുതെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കാതെ കുട്ടികളെ നേരത്തെ പ്രിപ്പയർ ചെയ്യിച്ച് അവരെ ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അറ്റ് ദ എൻഡ് പറയാനുള്ളത്. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു, റൈറ്റ്? ഓഫ് കോഴ്സ് ഒരു തവണ കൂടി നമ്മുടെ XCT ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ക്ലാസ് 5 to 9 സ്റ്റുഡൻസിന്. അതോടൊപ്പം മറ്റ് GCC പാരൻസിനും മറ്റും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് എ ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.